സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 21ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് മീഡിയൻ കാണാൻ, മധ്യമം കാണാൻ ഒരു ഫോർമുലയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ടീച്ചർ അങ്ങനെയല്ല പഠിപ്പിച്ചത്, ഇങ്ങനെ തന്നെ ചെയ്യാമോ? ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. ആ ഫോർമുല ആണെങ്കിൽ മധ്യമം കാണാൻ എളുപ്പമുണ്ട്. 21ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്ര, 18ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്ര എന്ന് പറയുമ്പോൾ മാത്രം സബ് ക്വസ്റ്റ്യൻ ചെയ്താൽ ബാക്കിയുള്ളത് ഫോർമുല ചെയ്യുന്നതാണ് എളുപ്പം. ഇങ്ങനെ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുന്നല്ലേ? ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മാധ്യമം ഞാൻ കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞ അതേ കണക്കാണിത്. മാർക്കുകൾ തന്നിരിക്കുന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നു. ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു. അതായത് ഇത് ആഡ് ചെയ്ത് ബിലോ 10 ഇങ്ങനെ ആഡ് ചെയ്തപ്പം 40 കിട്ടി. അപ്പൊ ഇത് ഈവൻ നമ്പർ ആണല്ലോ. ഈവൻ നമ്പർ ആകുമ്പോൾ n/2 കണ്ടു, 20 കിട്ടി. 20 കിട്ടിയിട്ട് നമ്മൾ നോക്കുവാണ് 14 26 ഇടയ്ക്ക് 20 എന്ന് പറയുന്ന സാധനമുണ്ടോ? അപ്പൊ 14 മുകളിലാണ്, 26 താഴെയാണ്. അപ്പൊ ഇത്രയും എടുത്തു ഞാൻ. എന്നിട്ടോ ഡി കണ്ടുപിടിച്ചു. എങ്ങനെയാ? 30 - 20 / 26 - 4 അങ്ങനെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇത് 14 15ാമത്തെ കുട്ടിയുടെ മാർക്ക് കാണുകയാണ്. 15ാമത്തെ കുട്ടിയുടെ മാർക്കാണ് ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി കളിച്ചുതരാം. അപ്പൊ ഡി എത്ര കിട്ടിയായിരുന്നു നമുക്ക്? ഡി എന്ന് പറയുന്നത് 30 - 20 / 26 - 14 ഡി. അതായത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, അതായത് 10/12 ആണ്. അതായത് 5/6 ഡി കിട്ടി. ഇനി 15ാമത്തെ കുട്ടിയുടെ മാർക്ക്, 15ാം കുട്ടിയുടെ മാർക്ക് ഓഫ് 15th സ്റ്റുഡന്റ് ആണെങ്കിൽ അത് അതിന് ഇടയ്ക്കായിരിക്കും. ഈ 20 കിടക്കുന്ന 20നും 21നും ഇടയ്ക്കായിരിക്കും. 20 21നും അല്ല, 20നും പിന്നെ 20ഉം 20നും പിന്നെയോ 20ഉം ആ കോമൺ ഡിഫറൻസ് കൂട്ടിയത് ഏതാണ്? 5/12 5/12 5/6. 20നും 5/6 ഇടയ്ക്കായിരിക്കും. അപ്പൊ എന്തായിരിക്കും? 20നും പിന്നെയോ 20ഉം 5/6ന്റെയും ഇടയ്ക്ക്. ഇങ്ങനെയാണ് ചെയ്തത്. കാണാൻ എപ്പോഴും ഞാൻ പറഞ്ഞു 20 ഇവിടെ ഇട്ടുക കേട്ടോ. 20ഉം 5/6 കിടക്കുന്നത്. ഈ 20 ഇവിടെ ഇട്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/12 കണ്ടോ. 20ഉം 5/12 ആണ് 15ാം കുട്ടിയുടെ മാർക്ക്. ഇനി നമുക്ക് 21ാം കുട്ടിയുടെ മാർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15ാം കുട്ടിയുടെ മാർക്കിന്റെ കൂടെ ഈ 5/6 ഡി. എത്ര ഡി കൂട്ടണം? 6 ഡി കൂട്ടണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇനി മധ്യമം കാണണമെങ്കിൽ മീഡിയൻ കാണണമെങ്കിൽ എന്താണ്? 20നും 20നും 21നും ഇടയ്ക്കായിരിക്കും. 20നും 21നും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. 20ഉം 21നും ഇടയ്ക്കായിരിക്കും. അപ്പൊ 20ാമത്തെ കുട്ടിയുടെ മാർക്ക് കാണണം. 20ാം കുട്ടിയുടെ മാർക്കാണ്. 20ാമത്തെ കുട്ടിയുടെ മാർക്ക് ആണെങ്കിൽ 15ാം കുട്ടിയുടെ മാർക്ക് ഉണ്ടല്ലോ. 15ാം കുട്ടിയുടെ മാർക്കിന്റെ കൂടെ 5 ഡി, അതായത് 5ഉം 5/6 കൂട്ടണം. അപ്പോൾ 20/5/12 പ്ലസ് 25/6 ആണ്. 25/6 അതായത് 20 അവിടെ കിടക്കട്ടെ. 5/12ഉം 25/6 കൂടെ കൂട്ടണം. അപ്പൊ 20 അവിടെ കിടക്കട്ടെ പ്ലസ്. ഇനിയോ 5/12 12ന്റെ 6ന്റെ എൽസിയം എടുക്കുക. 12 വലുതാണ് എൽസിയം. വലുതിനെ ചെറുതുകൊണ്ട് ഹരിക്കാമെങ്കിൽ വലുത് എൽസിയം, ഹരിക്കാൻ പറ്റില്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എൽസിയം കിട്ടും. അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ഭയങ്കര പാടാണ്. അപ്പൊ 12ന്റെ 6ന്റെ എൽസിയം 12. ഇനി ഈ ഡിനോമിനേറ്ററിനെ, ഈ ഛേദത്തെ ഓരോന്നിന്റെയും ഛേദം കൊണ്ട് ഹരിച്ച അംശം കൊണ്ട് ഗുണിക്കുക. ഓരോന്നിന്റെയും ഡിനോമിനേറ്റർ കൊണ്ട് ഹരിച്ച ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12നെ 12 ഡിവൈഡ് ചെയ്ത 1, 5 5 പ്ലസ് 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2, 5 25 50. അപ്പൊ എത്ര കിട്ടി? 20ഉം 55/12. ഇതാണ് എത്രാമത്തെ കുട്ടിയുടെ? 20ാമത്തെ കുട്ടിയുടെ മാർക്ക്. ഇനി 21ാം കുട്ടിയുടെ മാർക്ക് കാണണം. 21ാം കുട്ടിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? 15ാമത്തെ കുട്ടിയുടെ മാർക്കിന്റെ കൂടെ 21ാമത്തെ കുട്ടിയല്ലേ. അപ്പൊ എത്ര ഡി കൂട്ടണം? 6 ഡി കൂട്ടണം. 6 ഡി കൂട്ടണം. അപ്പൊ 6 കട്ട് ചെയ്ത് പോയി. അപ്പോ 5 25ഉം 5/12. 20ാം കുട്ടിയുടെ മാർക്ക് 21ാമത്തെ കുട്ടിയുടെ മാർക്ക് കണ്ടാൽ നമുക്ക് മീഡിയൻ കാണാൻ, മധ്യമം കാണാൻ 20ാം കുട്ടിയുടെ മാർക്ക്, 20ാം കുട്ടിയുടെ മാർക്കും 21ാം കുട്ടിയുടെ മാർക്കും കൂട്ടിയ ശേഷം 2 കൊണ്ട് ഹരിക്കണം. അപ്പോ 20 25 എത്രയാണ്? 45. ഇനി കൂട്ടണ്ടേ? 55ഉം 5ഉം 60 12 ആണ്. 60/12 സമം ഡിവൈഡഡ് ബൈ 2. അപ്പൊ 45 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2
50/2 = 25 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണോ തീരുമാനിക്കാം. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് 20നും 21നും ഇടയ്ക്കായിരിക്കും അതിന്റെ കുട്ടിയുടെ മാർക്ക് എന്ന് പറയാൻ കാരണം. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, 20ാമത്തെ കുട്ടിയുടെ മാർക്കായിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ 20ാമത്തെ കുട്ടിയുടെ മാർക്കായിരിക്കും. അപ്പോൾ ഇതാണോ എളുപ്പം, ആ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ളതാണ് എളുപ്പം എന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. എന്റെ അഭിപ്രായത്തിൽ മധ്യമം കാണാൻ, മീഡിയം കാണാൻ ആ ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ടോ 15ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്ര, മാർക്ക് ഓഫ് 16th സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ 14 കഴിഞ്ഞാൽ 15ാം കുട്ടിയുടെ മാർക്ക് കാണുക. 18ാമത്തെ കുട്ടിയുടെ മാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 15ാമത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടൂലേ അതിന്റെ കൂടെ 3D കൂട്ടുക. 21ാമത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടണമെങ്കിലോ അതിന്റെ കൂടെ 7D കൂട്ടുക. അല്ല 15ാമത്തെ അല്ലേ, അപ്പൊ 6D കൂട്ടുക. അങ്ങനെ കൂട്ടിക്കെട്ട് പിടിക്കുക. എന്നിട്ട് മധ്യമം, മീഡിയൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. അതാണ് എന്റെ അഭിപ്രായം. രണ്ടും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പായ സ്റ്റെപ്പെല്ലാം ഈ സ്റ്റെപ്പായ സ്റ്റെപ്പെല്ലാം ചെയ്തിട്ട് ആ കണക്ക് ചെയ്തു. രണ്ടിനും ഒരേ മാർക്ക് തന്നെയാണ് കിട്ടുന്നതെന്ന് ഓർത്തുകൊള്ളുക. ശരി.